ഡൽഹിയിൽ ഇന്ന് താപനില 3.2 ഡിഗ്രി സെൽഷ്യസാണ്. മജ്ജ മരവിക്കുന്ന ശീതക്കാറ്റിൽ അവിടെയൊരു സഹന സമരം ഇന്നുതാ 50 നാൾ പൂർത്തിയാക്കുന്നു. സിംഗുവിലും തിക്രിയിലും മരവിച്ച് മരിച്ചവരുടെ എണ്ണം 60-ന് മുകളിലാണ്. വിറങ്ങലിച്ച് മരിച്ചവർക്ക് കൂട്ട് അമർജീത് സിംഗിനെ പോലെ ജീവൻ കൊടുത്ത രക്തസാക്ഷികൾ. ഉലയാതെ ഉടയാതെ ചിതറാതെ ഒരു ഹിമാലയം കണക്കെ അതിജീവന സമരം 50-ാം നാൾ. പരമോന്നത നീതിപീഠം വിഷയം പഠിക്കാൻ 4-അംഗ സമിതിയെ നിയമിച്ചു. ഒന്നാമത്തെ പേരുകാരൻ ഭൂപീന്ദർ സിംഗ് മാൻ. ഈ 3 നിയമങ്ങളും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹത്തിന്റെ സംഘടന കേന്ദ്രത്തിന് നിവേദനം നൽകിയത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ. രണ്ടാമത്തെ പേരുകാരൻ പർമോദ് കുമാർ ജോഷി. കർഷക സമരം അനാവശ്യമെന്നും അവരുടെ സംശയങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഏറ്റവും പുതിയ ലേഖനത്തിൽ പറയുന്നു ജോഷി. പിന്നെ അശോക് ഗുലാത്തി, നിയമങ്ങളുടെ പ്രഖ്യാപിത പ്രചാരകൻ. 4-ാമൻ അനിൽ ഗൻവത്. സുപ്രീം കോടതി ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷവും ഗൻവത് ഇന്നും ആവർത്തിക്കുന്നു, ഇത് കർഷക രക്ഷയ്ക്കുള്ള നിയമങ്ങൾ. അതിർത്തിയിലെ കർഷകരുമായി സമവായ ചർച്ചയ്ക്ക് സുപ്രീം കോടതി നിയമിച്ച 4-അംഗ സമിതിയാണ്. ന്യായാസനമാണ്. നീതിപീഠം പരമോന്നതം. പിന്നെ ഖാലിസ്ഥാനികൾ നുഴഞ്ഞുകയറിയെന്നാണ് കേന്ദ്രവാദം. ആദ്യം മുതൽ തീവ്രവാദികളെന്നും ദേശവിരുദ്ധരുടെ കയ്യിലെ ചട്ടുകമെന്നും ആരോപണം കേട്ട് തഴമ്പിച്ച കർഷകരാണ്. തുടക്കം മുതൽ ഭിന്നിപ്പിച്ച് നശിപ്പിക്കാനുള്ള 18 അടവുകളെയും ചെറുത്ത കർഷകരാണ്. കൂട്ടത്തിൽ നിന്ന് സമരസഖാക്കൾ മരവിച്ചു വീണു മരിച്ചത് കണ്ട കർഷകരാണ്. ഈ ഖാലിസ്ഥാൻ പേടിപ്പിക്കൽ കേട്ടാൽ അവരങ്ങ് വിറയ്ക്കുമെന്നാണ് കരുതലെങ്കിൽ അത് മൗഢ്യം. കാതോർത്താൽ കേൾക്കാം ഒരു ഇരമ്പൽ. ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജപാതയിലൂടെ ആയിരക്കണക്കിന് ട്രാക്ടറുകൾ, കർഷകന്റെ സമാന്തര പരേഡ്. കേന്ദ്രമേ കേൾക്കൂ, അവർ ഖാലിസ്ഥാനികളല്ല, അന്നദാതാക്കളാണ്, രാജ്യത്തിന്റെ കർഷകരാണ്. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം.